Hello, my dear students. Welcome to Learner's World. Today I talk about a poem, "And Jennifer's Tiger," written by Adrienne Rich. "And Jennifer's Tiger" is a poem by Adrienne Rich illustrating her feminist concerns. In the male-dominant world, a woman of her time was only supposed to be a dutiful homemaker. This poem, through the world of Aunt Jennifer, tells us about her inner desire to free herself from the clutches of abusive marriage and patriarchal society. Okay, let's move on to the introductory part of the poet Adrienne Rich. Adrienne Rich was born on May 16, 1929 in Baltimore, Maryland, and she's a poet, essayist, and feminist. She's one of the most influential poets of the 20th century. അപ്പോൾ നമ്മുടെ ആഡ്രിയൻ റിച്ച് ബോൺ ചെയ്തിട്ടുള്ള May 16, 1929 മേരിലാൻഡിലുള്ള ബാൾട്ടിമോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ്. ഷീസ് എ പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ്. അവളൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ആൻഡ് ജെന്നിഫേഴ്സ് ടൈഗറിൽ ഒരുപാട് ഫെമിനിസ്റ്റ് കൺസേൺസ് കാണാൻ കഴിയും. അതായത് ഒരു പാട്രിയാർക്കൽ വേൾഡിൽ ഒരു വുമൺ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ കാണാൻ കഴിയും. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റ്സ് ഓഫ് 20th century. 20th centuryയിലുള്ള ഫേമസ് ആയിട്ടുള്ളൊരു പോയറ്റായിരുന്നു ആഡ്രിയൻ റിച്ച്. ഒരു ഏർലി പോയറ്റിക് ഇൻഫ്ലുവൻസ് വാസ് ഹെർ ഫാദർ. ഹി എൻകറേജ്ഡ് ഹെർ ടു റീഡ് പോയട്രി ആൻഡ് ഓൾസോ ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ അവളുടെ പോയറ്റിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അവളുടെ ഫാദർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് അവളെ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊക്കെ അവളെ റീഡ് ചെയ്യാൻ സഹായിച്ചിരുന്നതും അതുപോലെ റൈറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്തിരുന്നതൊക്കെ അവളുടെ ഫാദർ ആയിരുന്നു. ഡ്യൂറിങ് ദ 1960s ഷി റോഡ് സെവറൽ കളക്ഷൻസ്. അങ്ങനെ 1960s അവൾ ഒരുപാട് പോയട്രി കളക്ഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. Her poetry collections are, first one is Snapshots of a Daughter-in-Law, it published in 1963, and Leaflets, it published in 1969. And her non-fiction works are, first one is Arts of the Possible, Essays and Conversations, it published in 2001, and another one is What is Found There, Notebooks on Poetry and Politics, it published in 1993, and another one is Of Woman-Born Motherhood as Experience and Institution, it published in 1986. The poem on Aunt Jennifer's Tiger shows gender struggle. അതായത് നമ്മൾ ഈ ഒരു പോയം ആൻഡ് ജെന്നിഫേഴ്സ് ടൈഗറിൽ നമുക്ക് ജെൻഡർ സ്ട്രഗിൾ കാണാൻ കഴിയും. അതായത് ഒരു പാട്രിയാർക്കൽ വേൾഡിലെ ഒരു വുമൺ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവളെങ്ങനെയാണ് അവളുടെ ലൈഫിലുണ്ടാകുന്ന സ്ട്രഗിൾസ് അവളെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ജെൻഡർ സ്ട്രഗിൾ നമ്മൾ ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയും. ഇറ്റ് ഈസ് എ ഫെമിനിസ്റ്റ് പോയം ഇൻ വിച്ച് ഷീ ക്രിറ്റിസൈസസ് ദ മെയിൽ ഡൊമിനേറ്റഡ് വേൾഡ് ഫോർ ഫ്രൈറ്റനിങ് ആൻഡ് ഒപ്രസിങ് ആൻഡ് ജെന്നിഫർ. അപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് പോയം ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു മെയിൽ ഡൊമിനേറ്റഡ് വേൾഡിനെ നമ്മുടെ ആഡ്രിയൻ റിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയത്തിലൂടെ. അതായത് ഇതിലുള്ള ക്യാരക്ടറായിട്ടുള്ള ആൻറ്റ് ജെന്നിഫറെ അവളുടെ മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള അവളുടെ ഹസ്ബൻഡ് ഒപ്രസ് ചെയ്യുന്നുണ്ട്, ഫ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതൊരു ഫെമിനിസ്റ്റ് പോയമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയും. ആൻറ്റ് ജെന്നിഫർ ക്രിയേറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് വേൾഡ് ഓഫ് ഫ്രീഡം ഫോർ ഹെർസെൽഫ് വിത്ത് ഹെർ സ്യൂയിങ്. ഇതിലുള്ള ആൻറ്റ് ജെന്നിഫർ അവളുടെ ലൈഫിലുണ്ടാകുന്ന ഡിഫിക്കൽട്ടീസിൽ നിന്ന് അവൾക്കൊരു ഫ്രീഡം കണ്ടെത്തുന്നത് അവളൊരു പീസ് ഓഫ് ക്ലോത്തിൽ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് അവൾ എന്ത് ചെയ്യുന്നത്, അവൾ ഫ്രീഡം കണ്ടെത്തുന്നത് എന്നാണ് പറയുന്നത്. ദ പോം കൺസേൺസ് ഇറ്റ് സെൽഫ് വിത്ത് എ വുമൺ സ്ട്രഗ്ലിംഗ് ടു ആക്സെപ്റ്റ് ദ ഇൻഡിഗ്നിറ്റീസ് ഓഫ് ഹെർ ഡെയിലി ലൈഫ്. അതുപോലെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയുന്നത്, അതായത് ഒരു വുമണ് അവളുടെ ഡെയിലി ലൈഫിലുണ്ടാകുന്ന സ്ട്രഗിൾസ്, ഡിഫിക്കൽട്ടീസ് അവൾ ഓവർകം ചെയ്യുന്നത് ഏത് മെത്തേഡിലൂടെ, ഏത് വേ ഓഫിലൂടെ അവൾ എസ്കേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയും. And Jennifer has to find a way to deal with her unhappy situation in life. Sewing is her way of escape. അതുപോലെ നമുക്ക് ഈ ഒരു പോയത്തിൽ ആൻറ്റ് ജെന്നിഫർ അവളുടെ അൺഹാപ്പി സിറ്റുവേഷൻസിൽ നിന്ന് അവൾ എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യുന്നത്, അതിന് ഒരു ആൾട്ടർനേറ്റീവായിട്ട് അവൾ കണ്ടുപിടിച്ചിട്ടുള്ളത് സ്യൂയിങ് ആണ്. അപ്പോൾ സ്യൂയിങ്ങിലൂടെയാണ് അവൾ എസ്കേപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പോയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. Okay, let's move on to stanza-wise explanation of the poem Aunt Jennifer's Tiger, written by Adrienne Rich. Aunt Jennifer's Tiger stands across a screen, bright topaz denizens of a world of green. They do not fear the men beneath the tree, they pace in sleek chivalric certainty. Okay.
Here in this stanza, the poet is describing a lady whom she addresses as Anne Jennifer. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ ഒരു ലേഡിയെ നമ്മളുടെ പോയിറ്റ് ആഡ്രിയൻ റീച്ച് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവളുടെ പേരാണ് ആൻ ജെനിഫർ. She says that Anne Jennifer is doing embroidery on a piece of cloth. അപ്പോൾ ആഡ്രിയൻ റീച്ച് ഇതിൽ പറയുന്നത് ആ ലേഡി ആൻ ജെനിഫർ ഒരു പീസ് ഓഫ് ക്ലോത്തിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ട്. She has designed it with beautiful tigers which are running fearlessly in the green forest. She has described their beauty by comparing them with the precious yellow stone known as topaz. അപ്പോൾ അവൾ ഈ ഒരു പീസ് ഓഫ് ക്ലോത്തിൽ എംബ്രോയിഡറി ചെയ്യുന്നത് ഒരു ടൈഗർ, ഒരു ബ്യൂട്ടിഫുൾ ടൈഗറിനെയാണ്. ആ ബ്യൂട്ടിഫുൾ ടൈഗറിനെ അവൾ കമ്പയർ ചെയ്യുന്നത് ഇതിലൊരു നമ്മൾ ഈ ഒരു സ്റ്റാൻസിലൊരു വേർഡ് ഉണ്ട്, ടോപ്പസ് എന്ന് പറഞ്ഞിട്ട്. ആ ടോപ്പസ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് യെല്ലോ സ്റ്റോൺ ആണ് ടോപ്പസ്. അപ്പോൾ ഈ യെല്ലോ സ്റ്റോണുമായിട്ടാണ്, ഈ ടോപ്പസുമായിട്ടാണ് അവൾ അവളുടെ ബ്യൂട്ടിഫുൾ ടൈഗറിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഫോറസ്റ്റിൽ ആ ബ്യൂട്ടിഫുൾ ടൈഗർ നല്ല അതിൻ്റെ യെല്ലോ ബ്യൂട്ടി അതിൽ നല്ല റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാൻ നമുക്ക് കഴിയും. She says that they appear bright yellow in the green backdrop of the forest. അപ്പോൾ അവൾ പറയുകയാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ടൈഗർ ഗ്രീൻ ഫോറസ്റ്റിൽ നിൽക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയും. കാരണം അതിൻ്റെ ആ ഒരു യെല്ലോ കളറ് നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. They are fearless and they are not affected by the presence of man. അപ്പോൾ അവൾ പറയുകയാണ് ഈ ഒരു ടൈഗർ അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫിയർലെസ് ആയിട്ടാണ്. ആ ഒരു ടൈഗറിന് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ആളുകളൊന്നും ടൈഗറിന് പേടിയുണ്ടായിരുന്നില്ല. Here we can sense the contrast of behavior between the tigers and Anne. Though the tigers designed by her are fearless, but she herself is afraid of her husband. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കമ്പാരിസൺ കാണാൻ കഴിയും. അതായത് നമ്മുടെ ആൻ ജെനിഫർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈഗർ ഫിയർലെസ് ആണ്, പക്ഷേ അവൾ ഷീസ് അഫ്രൈഡ് ഓഫ് ഹർ ഹസ്ബൻഡ്. പക്ഷെ അവൾ ആ ഒരു ടൈഗറിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈഗർ ഫിയർലെസ് ആയിട്ടാണ് അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ഹർ ഹസ്ബൻഡ്. അത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. Next stanza, Anne Jennifer's fingers fluttering through her wool find even the ivory needle hard to pull. The massive weight of Uncle's wedding band sits heavily upon Anne Jennifer's hand. Okay. Here in this stanza, the poet describes the fear of Anne Jennifer towards her husband. ഈ ഒരു സ്റ്റാൻസിൽ നമുക്ക് ആൻ ജെനിഫറിന് അവളുടെ ഹസ്ബൻഡിനോടുള്ള ഒരു ഫിയർ നമുക്ക് കാണാൻ കഴിയും. She says that while she is doing embroidery, her fingers are shaking with fear of her husband. അവൾ എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് അവളുടെ ഫിംഗേഴ്സൊക്കെ നല്ല ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ആ ഷെയ്ക്ക് ചെയ്യുന്നത്, ഷിവർ ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിനോടുള്ള ഫിയർ കൊണ്ടാണ് അത് ഷിവർ ചെയ്യുന്നത് എന്നാണ് ആൻ ജെനിഫർ പറയുന്നത്. Her husband doesn't approve of her hobby of embroidery. അവൾ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. It has become difficult for her to pull her needle up and down. അപ്പോൾ ഇത് ഈ ഒരു നീഡിൽ പുൾ ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അവളുടെ ഫിംഗേഴ്സൊക്കെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ഹർ ഹസ്ബൻഡ്. ഓക്കെ. Then she describes the wedding ring which was given by uncle to Anne Jennifer on their wedding day. പിന്നീട് അവളുടെ ഫിംഗറിൽ കിടക്കുന്ന ഒരു വെഡ്ഡിങ് റിങ്ങിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവളുടെ വെഡ്ഡിങ് ഡേക്ക് അവളുടെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു അത്. She says that it is a kind of burden for her to wear to this ring. അവൾ പറയുന്നുണ്ട് ഈ ഒരു റിങ് അവൾക്കൊരു ബേർഡനായിട്ടാണ് അവൾ ഈ ഒരു പോയത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഷി ഹാസ് ബീൻ ടോർച്ചേർഡ് ബൈ ഹർ ഹസ്ബൻഡ് സോ മച്ച് ദാറ്റ് ദ വെഡിങ് റിങ് വിച്ച് കുഡ് ഹാവ് ബീൻ എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫോർ ഹർ സീംസ് ലൈക്ക് എ ബേർഡൻ ടു ഹർ. അതായത് അവളുടെ ഹസ്ബൻഡിൽ നിന്നും ഒരുപാട് ടോർച്ചർ അവൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അതായത് നമുക്കൊക്കെ ഈ വെഡിങ് റിങ് എന്ന് പറഞ്ഞത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹസ്ബൻഡിൽ നിന്ന് ഒരുപാട് അതായത് ടോർച്ചർ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ഒരു വെഡ്ഡിങ് റിങ് എന്ന് പറയുന്നത് ഒരു ബേർഡനായിട്ടാണ് അവൾ കൺസിഡർ ചെയ്യുന്നത്. She has faced many difficulties in her married life. That little ring is described as a heavy band on her trembling fingers. അവളുടെ മാരീഡ് ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവൾ ഫേസ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് തന്നെ അവളുടെ ഈ ഒരു വെഡ്ഡിങ് റിങ് അവളൊരു ഹെവി
ആയിട്ട്, അതായത് ഒരു ബേർഡനായിട്ടാണ് അവളുടെ ഒരു ഷേക്കിങ്, അവളുടെ ഒരു ഷിവറിങ് ഫിംഗറിൽ ഒരു ബേർഡനായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സം ബാഡ് എക്സ്പീരിയൻസസ് ഇൻ ദ ഫോം ഓഫ് ടോർച്ചർ ഷി ഹാസ് ഫേസ്ഡ് ബിക്കോസ് ഓഫ് ഹർ ഹസ്ബൻഡ്സ് ഡൊമിനേറ്റിംഗ് ബിഹേവിയർ. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് മനസ്സിലാവുന്നത് അവളുടെ മാരീഡ് ലൈഫിൽ അവളുടെ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അവൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഈ ഒരു വെഡ്ഡിങ് റിങ് അവളുടെ ആ ഒരു ഷിവറിങ് ഫിംഗറിൽ അവൾക്കൊരു ബേർഡനായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. Next stanza, when Anne is dead, her terrified hands will lie still ringed with ordeals she was mastered by. The tigers in the panel that she made will go on prancing, proud and unafraid. Here, in this stanza, the poet says that one can easily sense Anne's desire for freedom and fearlessness through her design of tigers. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതായത് നമ്മളുടെ ആൻ ജെന്നിഫർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടൈഗറിൽ അവൾ കാണുന്നത് അവൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ഫ്രീഡവും അതുപോലെ ഫിയർലെസ് ലൈഫൊക്കെയാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. Further, she says that it is not possible for Anne to achieve this freedom during her lifetime. പിന്നീട് അവൾ പറയുന്നത് അവളുടെ ലൈഫ് ടൈമിൽ അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൾക്ക് ഈ ഒരു ഫ്രീഡം ഒന്നും അവൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ ഇതുപോലെയുള്ള ഫിയർലെസ് ലൈഫൊന്നും അവൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഷീ വിൽ അറ്റൈൻ ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹെർ ഡെത്ത്. അവൾ പറയുന്നുണ്ട് ആഫ്റ്റർ ഹെർ ഡെത്ത് മാത്രമേ അവളുടെ ആഫ്റ്റർ ഡെത്തിലാണ് അവൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതായത് ഫിയർലെസ് ലൈഫും ഒരു ഫ്രീഡം ഒക്കെ കിട്ടുന്നത് ആഫ്റ്റർ ഡെത്തിലാണെന്ന് അവൾ പറയുന്നുണ്ട്. ബട്ട് ഹിയർ ഓൾസോ ദ ഐറണി ഓഫ് ഹെർ ലൈഫ് ഈസ് ദാറ്റ് സ്റ്റിൽ ഷീ വിൽ ബി ടൈഡ് അപ്പ് വിത്ത് ഷാക്ലെസ് ഇൻ ഫോം ഓഫ് ഹെർ ഹസ്ബൻഡ്സ് വെഡിങ് റിംഗ്. ദ റിംഗ് വാസ് ദ സോൾ പ്രൂഫ് ഓഫ് ദ ടോർച്ചേഴ്സ് വിച്ച് ഷീ ഹാഡ് ഫേസ്ഡ് ഫ്രം ഹസ്ബൻഡ്. ഇതിൽ നമുക്കൊരു ഐറണി കാണാൻ കഴിയുന്നുണ്ട്, അതായത് അവളുടെ കയ്യിൽ കിടക്കുന്ന ഒരു ലിറ്റിൽ റിങ് അവൾക്കൊരു ബേർഡനായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ലിറ്റിൽ റിങ് ഒരു അവളുടെ മാരീഡ് ലൈഫിൽ അവൾ ഫേസ് ചെയ്തിട്ടുള്ള ടോർച്ചറുകളുടെ ഒരു പ്രൂഫായിട്ടാണ് ആ ഒരു റിങ് അവൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു ബേർഡനായിട്ട് അവൾക്ക് തോന്നുന്നത്. അതുപോലെ on the other hand, there are the tigers designed by Anne Jennifer, which will always depict her desire of living a fearless life by jumping proudly and bravely on the piece of cloth. അതുപോലെ അവൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈഗറിലൂടെ അവൾ കാണുന്നത് അവൾക്ക് കിട്ടാതെ പോയിട്ടുള്ള ഫ്രീഡവും ഫിയർലെസ് ലൈഫുമാണ്. ആ ഒരു ടൈഗറിന് അവൾ ഒരുപാട് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈഗർ ഫിയർലെസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിറ്റററി ഡിവൈസസ് യൂസ്ഡ് ഇൻ ദിസ് പോയം. ഈ ഒരു പോയത്തിൽ നമുക്ക് ഒരുപാട് ലിറ്റററി ഡിവൈസസ് കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അനഫോറ. അനഫോറ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അനഫോറ മീൻസ് യൂസ് ഓഫ് സെയിം വേർഡ് ഇൻ 2 കോൺസിക്യൂട്ടീവ് ലൈൻസ്. അതായത് 2 ലൈൻസിൽ നമുക്ക് സെയിം വേർഡ് കാണാൻ കഴിയുന്നതിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദേ ഡു നോട്ട് ആൻഡ് ദേ പേസിൻ. നമുക്ക് ഈ ഒരു സ്റ്റാൻസയിൽ കാണാൻ കഴിയുന്നതാണ് ദേ ഡു നോട്ട്. ഹിയർ ദേ ഈസ് ദ എക്സാമ്പിൾ ഓഫ് അനഫോറ. And another one is metaphor. Metaphor is comparing 2 things. Example, use of topaz to describe yellow color of tigers, bright topaz. അതായത് ഈ ഒരു സ്റ്റാൻസിൽ ടോപ്പസിനെ നമ്മളുടെ ടൈഗറിൻ്റെ യെല്ലോ കളറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പസ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് യെല്ലോ സ്റ്റോണാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മെറ്റഫറായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അലിട്രേഷൻ ഈസ് യൂസ്ഡ്. അലിട്രേഷൻ മീൻസ് റിപ്പീറ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് സൗണ്ട് ഇൻ എ സെൻറ്റൻസ്. Example, finger fluttering. Here F is a constant sound, it repeated. Okay, I concluded today's poem. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.